ആറ്റുകാലമ്മ. അതിനു മുൻപ് അവൾ കണ്ണകിയായിരുന്നു, അഗ്നിപർവ്വതം പോലെ ജ്വലിച്ചവൾ. പിന്നീട് ലോകം വണങ്ങുന്ന ദേവിയായി മാറിയവൾ. ആ ഇതിഹാസ കഥ. പുരാതന കാലത്ത് തമിഴ്നാട്ടിലെ മനോഹരമായ തുറമുഖ നഗരമായ പൂമ്പുഹാറിലായിരുന്നു കണ്ണകി ജനിച്ചത്. സമ്പന്നനായ കോവലനെ വിവാഹം കഴിച്ചു. സുഖകരമായി നീങ്ങുകയായിരുന്നു അവരുടെ ജീവിതം. മാധവി എന്ന നർത്തകിയുടെ വരവോടെ മാറിമറിഞ്ഞു. നൃത്ത പരിപാടിക്കിടെ മാധവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ കോവലൻ പത്നിയെ മറന്ന് അവളോടൊപ്പം താമസം തുടങ്ങി. തന്റെ സമ്പത്തെല്ലാം മാധവിക്കായി ചിലവഴിച്ച കോവലൻ ഒടുവിൽ ദരിദ്രനായി. പശ്ചാത്താപത്തോടെ തിരിച്ചെത്തിയ ഭർത്താവിനെ കണ്ണകി സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ കണ്ണകി തന്റെ വിലപിടിപ്പുള്ള രത്നം പതിച്ച ചിലമ്പൂരി ഭർത്താവിന് നൽകി. ഇത് വിറ്റ് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. അങ്ങനെ പുതിയൊരു പുലരി തേടി അവർ മധുര നഗരത്തിലേക്ക് തിരിച്ചു. മധുരയിലെത്തിയ കോവലൻ ചിലമ്പ് വിൽക്കാനായി ഒരു തട്ടാനെ സമീപിച്ചു. ആ സമയത്താണ് മധുര രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നത്. കോവലൻ സമീപിച്ച അതേ തട്ടാനായിരുന്നു രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചിരുന്നത്. തന്റെ കുറ്റം മറയ്ക്കാൻ അവൻ കോവലനെ ഒരു കള്ളനായി ചിത്രീകരിച്ചു. കാര്യങ്ങൾ അന്വേഷിക്കാതെ പാണ്ഡ്യ രാജാവ് നിരപരാധിയായ കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു. തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ കണ്ണകി ഒരു അഗ്നിപർവ്വതം പോലെ ജ്വലിച്ച് രാജസഭയിലെത്തി. എന്റെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നവൾ ഗർജിച്ചു. രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു വന്ന രാജാവിന്റെ മറുപടി കേട്ടവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പ് നിലത്തേക്കെറിഞ്ഞുടച്ചു. അതിൽ നിന്നും മാണിക്യ കല്ലുകൾ തെറിച്ചു വീണു. രാജ്ഞിയുടെ ചിലമ്പിലാകട്ടെ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. താൻ ചെയ്തത് മഹാപാപമാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ഹൃദയം തകർന്ന് അപ്പോൾ തന്നെ മരിച്ചു വീണു. എന്നിട്ടും കണ്ണകിയുടെ ക്രോധം അടങ്ങിയിരുന്നില്ല. സത്യവതിയായ കണ്ണകി തന്റെ ഇടത്തെ മാറിടം പറിച്ചെറിഞ്ഞ് മധുരയെ ശപിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ മധുര നഗരം കത്തിയെരിഞ്ഞു. ഒടുവിൽ മധുര മീനാക്ഷി ദേവി പ്രത്യക്ഷപ്പെട്ട് അഭ്യർത്ഥിച്ചപ്പോഴാണ് കണ്ണകി ശാന്തയായത്. മധുരയിൽ നിന്ന് യാത്രയായ കണ്ണകി യാത്രാമധ്യേ ഒരു മനോഹരമായ നദിക്കരയിൽ അവൾ എത്തിച്ചേർന്നു. അവിടെ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്ന ഒരു പ്രായമായ കാരണവർക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങുന്നേ എന്നെ ഒന്ന് അക്കരെ എത്തിക്കാമോ എന്ന് അവൾ ചോദിച്ചു. വൃദ്ധൻ ആ പെൺകുട്ടിയെ നദി കടക്കാൻ സഹായിച്ചു. അവളുടെ മുഖത്തെ ചൈതന്യം കണ്ട് അവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് ഭക്തിയോടെ അദ്ദേഹം അവളെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. എന്നാൽ വീട്ടിലെത്തി ഭക്ഷണവുമായി വരുമ്പോഴേക്കും ആ പെൺകുട്ടി അവിടെ നിന്നും അപ്രത്യക്ഷയായിരുന്നു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ വന്നത് സാക്ഷാൽ ആദിപരാശക്തിയായിരുന്നു. അടുത്തുള്ള കാവിൽ തന്റെ തൃശൂലം കൊണ്ട് 3 വരകൾ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തനിക്കായി ഒരു വാസസ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം അവിടെ പോയി നോക്കിയപ്പോൾ 3 അടയാളങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ മുന്നിൽ വന്നത് സാക്ഷാൽ ശക്തി ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രമായിരുന്നു പ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. അനീതിക്കെതിരെ ജ്വലിച്ച ആ വിപ്ലവ നായിക തന്റെ കനൽ വഴികൾ താണ്ടി ആറ്റുകാലിൽ എത്തിയത് ഒരു കുഞ്ഞു ബാലികയായാണ്. അന്ന് ആ പെൺകുട്ടിക്ക് നൽകിയ സ്നേഹവിരുന്നിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ആറ്റുകാൽ പൊങ്കാലയും. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷവും ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യമൊരുക്കാൻ ഒത്തുചേരുന്നത്. നഗരവീഥികളെല്ലാം യാഗശാലയായി മാറുന്ന ആ കാഴ്ച ഭക്തിയുടെയും ഒത്തൊരുമയുടെയും ഉദാത്തമായ അടയാളമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ഈ ഭക്തസാഗരം സ്ത്രീ മനസ്സ്